ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ബാങ്കിനെ കുറിച്ചാണ്. ഞാൻ പേഴ്സണലി എൻ്റെ സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. വെർച്വൽ ആയിട്ടുള്ള ATM കാർഡും കിട്ടും, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ATM കാർഡും കിട്ടും. പിന്നെ ഈ എം ബാങ്ക് അക്കൗണ്ടിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ -25 എന്ന് പറയുന്നതായിരിക്കും പേയ്മെന്റ് കാണിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ബാങ്കിനെ കുറിച്ചാണ്. അതായത് എം ബാങ്കിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം സമയത്തിനുള്ളിൽ നമ്മൾ ഷോർട്ട് വീഡിയോ കട്ട് ചെയ്യണമല്ലോ, ലോങ് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് എം ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ UAE ചില ബാങ്കുകളിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ADCB പോലുള്ള ബാങ്കുകളിൽ നിയമങ്ങളൊക്കെ കുറച്ച് മാറി, റൂൾസും ഒക്കെ മാറിയതുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പൺ ആക്കിയ അക്കൗണ്ട് ആണെങ്കിൽ പോലും ആ അക്കൗണ്ടിൽ മാസമല്ല ആ അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ ഏകദേശം 3000 ദിർഹംസ് അടുപ്പിച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പ്രതിമാസം അവർ 18 ദിർഹംസ് അടുപ്പിച്ച് അവർ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. അതായത് 18 ദിർഹംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അത്യാവശ്യം നല്ല എമൗണ്ട് വരും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് വേറെ ഏതാണ് നല്ല ബാങ്ക്, ഏത് ബാങ്കിൽ നിന്നാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ കാരണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് വീണ്ടും കിടക്കാം. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ബാങ്ക്. അതായത് ഞാൻ പേഴ്സണലി എൻ്റെ സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എം ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പിന്നെ നമുക്ക് ബാങ്കിലും കാര്യങ്ങളിലൊന്നും പോകണ്ട, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് UAE പാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് UAEയിലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മുടെ എമിറേറ്റ്സ് ID ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ എം ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ATM കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ATM കാർഡ് ഫ്രീ ആയിട്ടല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എം ബാങ്കിൻ്റെ ATM കാർഡ് നമുക്ക് കിട്ടുമ്പോൾ 25 ദിർഹംസ് ആവും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ആ സമയത്ത് പൈസ വേണമെന്നില്ല, നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കുമല്ലോ ആ സമയത്ത് തന്നെ നമുക്ക് ATM കാർഡിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വെർച്വൽ ആയിട്ടുള്ള ATM കാർഡും കിട്ടും, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ATM കാർഡും കിട്ടും. വെർച്വൽ ATM കാർഡിന് നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. വെർച്വൽ ATM കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണിൽ NFC പോലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വെച്ച് തന്നെ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ക്യാഷ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ATM കാർഡ് തന്നെ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പം നമ്മുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം മാനുവലായിട്ടുള്ള കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അത് എളുപ്പമുള്ള പ്രോസസ്സാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ATM കാർഡ് കിട്ടും. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ -25 എന്ന് പറയുന്നതായിരിക്കും പേയ്മെൻറ്റ് കാണിക്കുന്നത്. അപ്പം അതായത് ഈ ATM കാർഡിന് അവർ പേയ്മെൻറ്റ് എടുക്കും. 25 ദിർഹംസാണ് ഒരു ATM കാർഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വരുമ്പോൾ, വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് വരുമ്പോൾ അതിൽ നിന്ന് 25 ദിർഹംസ് അവർ കട്ട് ചെയ്ത് കളയും. പിന്നെ ഈ എം ബാങ്ക് അക്കൗണ്ടിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ചാർജസ് ഒന്നും തന്നെ ഇല്ല. അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ അങ്ങനെ വേറെ പേയ്മെൻറ്റ് ഒന്നും തന്നെ കട്ടായിട്ടില്ല. ആ കൂടെ കട്ടായത് ATMൻ്റെ പേയ്മെൻ്റ് ആയിരുന്നു. ATMൻ്റെ പേയ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 25 ദിർഹംസ് അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എം ബാങ്ക് ടു എം ബാങ്ക് ആണെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. അതായത് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവത്തില്ല. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും UAEയിലുള്ള അക്കൗണ്ടിലോട്ടാണ് നമ്മൾ, അതായത് ഫോർ എക്സാമ്പിൾ ADCBയോ അതുപോലെ തന്നെ പേയ്റ്റ് അങ്ങനെയുള്ള വേറെ അക്കൗണ്ടിലോട്ട് നമ്മൾ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് ആകും. അതായത് പ്രോസസ്സിങ് ഫീസായിട്ട് $0.59 ദിർഹംസ് ആകും. അതായത് ഇപ്പം നമ്മൾ $1 ദിർഹംസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ പോലും $0.59 ദിർഹംസ് ആകും. അതെല്ലാവരും തന്നെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എം ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലോട്ട് പേയ്മെൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻ്റ് ആകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.